ദുബായിലൊരു നല്ല ഫാമിലി സ്റ്റേ നോക്കുകയാണോ നിങ്ങൾ? ലൊക്കേഷൻ, റൂം, സ്വിമ്മിംഗ് പൂൾ, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു ഹോട്ടൽ ആണോ നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ കാൻവ ഹോട്ടൽ ദുബായിൽ 2 നൈറ്റ് സ്റ്റേ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേ, സർവീസ്, റൂം, ബ്രേക്ക്ഫാസ്റ്റ്, റൂഫ് ടോപ്പ് പൂൾ എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റേ വിത്ത് മീ. ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലിൽ എത്തുന്ന സമയത്ത് തന്നെ നല്ലൊരു വെൽക്കം എക്സ്പീരിയൻസ് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഹോട്ടൽ എൻട്രൻസിലെത്തിയപ്പോൾ ഗസ്റ്റിനെ റിസീവ് ചെയ്യാനുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു. വാൾ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ലഗേജ് എടുത്ത് പാർക്കിംഗ് നോക്കി നടക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. കാർ വാൾ പാർക്കിങ്ങിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോട്ടൽ ലോബിയിലേക്ക് പോയി. ലോബിയിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഇംപ്രസ്ഡായി. റിസപ്ഷൻ എൻട്രൻസ് വളരെ ഇംപ്രസീവായിരുന്നു. ഇൻറ്റീരിയർ ഡിസൈൻ, ലൈറ്റിംഗ്, വലിയ ഓപ്പൺ സ്പേസ് എല്ലാം കൂടി നല്ലൊരു പ്രീമിയം ഫീൽ തന്നു. ഫാമിലിയായി സ്റ്റേ ചെയ്യുമ്പോൾ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കണം. ഇവിടെ ആ ഫീലിംഗ് ഞങ്ങൾക്ക് കിട്ടി. റിസപ്ഷനിൽ ചെക്ക് ഇൻ വളരെ സ്മൂത്തായിരുന്നു. സ്റ്റാഫ് വളരെ പൊളൈറ്റായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് റൂം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അതെല്ലാം കേട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഞങ്ങളുടെ റൂം 622 ആയിരുന്നു. അങ്ങനെ ലിഫ്റ്റ് എടുത്ത് 6th ഫ്ലോറിലേക്ക് പോയി. റൂം തുറന്ന് അകത്ത് കയറിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് റൂമിൻ്റെ സൈസാണ്. ഫാമിലി സ്റ്റേക്ക് ആവശ്യമായ സ്പേസ് നല്ല രീതിയിലുണ്ടായിരുന്നു. റൂം വളരെ നീറ്റായിട്ടും വെൽ അറേഞ്ച്ഡുമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ലഗേജ് വെക്കാനും കുട്ടികൾക്ക് മൂവ് ചെയ്യാനും ഫാമിലിയായി റിലാക്സ് ചെയ്യാനും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. റൂമിൽ കയറിയ ഉടനെ എൻ്റെ ശ്രദ്ധ പോയത് ബാത്ത് ടബിലേക്കാണ്. ബാത്ത് ടബ് വളരെ നൈസ്ലി പ്ലേസ്ഡ് ആയിരുന്നു. ബാത്റൂം ഓവറോൾ ക്ലീൻ ആയിരുന്നു. കൂടാതെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൂടി നോക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ സ്റ്റേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ റൂമിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ബെഡ്റൂമിലെ വലിയ വിൻഡോയാണ്. അതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ദുബായ് വ്യൂ തന്നെയാണ് മറ്റൊരു ഹൈലൈറ്റ്.
ദുബായിൽ ഹോട്ടൽ സ്റ്റേ ചെയ്യുമ്പോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ സിറ്റി വ്യൂ കാണാൻ കഴിയുന്നത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് സമയം ഞങ്ങൾ റൂമിൽ തന്നെ റിലാക്സ് ചെയ്തു. കിഡ്സ് ആണെങ്കിൽ റൂം കണ്ടതിന് ശേഷം അധികം സമയം അവിടെ ഇരിക്കില്ലല്ലോ. അവർക്കിപ്പോൾ അടുത്തത് സ്വിമ്മിംഗ് പൂളിൽ തന്നെ പോകണം. അങ്ങനെ കുറച്ച് സമയം റൂമിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ റൂഫ് ടോപ്പിലേക്ക് പോയി. ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂളാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. പൂൾ ടൈമിംഗ് ഞങ്ങൾ പോയ സമയത്ത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയണം, ടൈമിംഗ് ഹോട്ടൽ പോളിസി അനുസരിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഹോട്ടലിൽ കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. സ്വിമ്മിംഗ് പൂൾ കൂടാതെ അവിടെ ലോഞ്ച് ഏരിയയും ഉണ്ടായിരുന്നു. പൂൾ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ദുബായ് സ്കൈലൈൻ വ്യൂ ആണ് ഏറ്റവും മനോഹരമായ കാര്യം. ദുബായിലെ ബിൽഡിങ്സ് എല്ലാം ദൂരത്തായി കാണാം. കിഡ്സും ഞാനും പൂളിൽ എൻജോയ് ചെയ്തു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കുട്ടികൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണിത്. എപ്പോഴും ഒരു സെക്യൂരിറ്റി റൂഫ് ടോപ്പിൽ അവൈലബിൾ ആയിരിക്കും. കുട്ടികൾ നന്നായിട്ട് സ്വിമ്മിംഗ് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം റൂഫ് ടോപ്പിൽ തന്നെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് വളരെ മനോഹരമായ ഒരു സൺസെറ്റ് എൻജോയ് ചെയ്തു. സൺസെറ്റ് സമയത്ത് ദുബായ് സ്കൈലൈൻ കാണുന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫാമിലിയായി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഇത്തരം ചെറിയ മൊമെൻറ്റ്സ് തന്നെയാണല്ലോ. വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നുമില്ലെങ്കിലും ഹോട്ടലിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ വ്യൂ എൻജോയ് ചെയ്യാൻ കഴിയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ സൺസെറ്റ് കൂടി എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഡിന്നർ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കണമെന്നാണ് ആദ്യം വിചാരിച്ചെങ്കിലും പുറത്തേക്ക് പോയി കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടുത്തെ ലൊക്കേഷൻ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഹോട്ടലിൻ്റെ ചുറ്റും തന്നെ പ്ലെൻറ്റി ഓഫ് റെസ്റ്റോറൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ചെറിയ ഷോപ്സ് എന്നിവയുണ്ട്. വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ആരാമം, ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള ഫുഡ് ഓപ്ഷൻസ് കാണാം. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാമിലിയായി ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ലഞ്ചും ഡിന്നറും ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിച്ചത്. അങ്ങനെ ആദ്യ ദിവസം നല്ലൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്ത് റൂമിലേക്ക് തിരിച്ചെത്തി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റാണ് ഈ സ്റ്റേയിലെ മറ്റൊരു ഹൈലൈറ്റ്.
ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കിഡ്സിന് ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് പോലും കിഡ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഫാമിലിയായി ട്രാവലിംഗ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് വലിയൊരു കൺവീനിയൻസ് ആണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് സമയം കൂടി ഹോട്ടലിൽ തന്നെ സ്പെൻഡ് ചെയ്തു. ഫുഡ് ഓവറോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം റിസപ്ഷൻ ഏരിയയിലും സ്പെൻഡ് ചെയ്തു. ഹോട്ടലിൻ്റെ ഓവറോൾ അറ്റ്മോസ്ഫിയർ കാമായിരുന്നു. അതുകൊണ്ട് ഫാമിലി സ്റ്റേ ആണെങ്കിലും കപ്പിൾ സ്റ്റേ ആണെങ്കിലും ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് ലൊക്കേഷൻ വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നി. 2 രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ് പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ലൊക്കേഷൻ, സ്പേഷ്യസ് റൂം, റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ, ബ്രേക്ക്ഫാസ്റ്റ് എന്നിവ നോക്കുന്നവർക്ക് ക്യാൻവ ഹോട്ടൽ ദുബായ് കൺസിഡർ ചെയ്യാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ റൂം, പൂൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലൊക്കേഷൻ എന്നിവയിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കമൻറ്റ് ചെയ്യൂ.